പുതിയതായിട്ട് വന്നിട്ടുള്ള ആരൊക്കെയുള്ള ഒരാളല്ലേ ഉള്ളൂ? എവിടെ സ്ഥലം? അന്തിക്കാട്. ഡോക്ടറെ കണ്ടേക്കണോ മുമ്പ്? ആദ്യമായിട്ട് വന്നാലാ? ക്ലാസ്സുകൾ കേൾക്കാറുണ്ടോ യൂട്യൂബിലൊക്കെ? പോവാറുണ്ടല്ലേ? മുമ്പേ തന്നെ അല്ല, ആദ്യ ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ഷുഗർ എത്ര ഉണ്ട്? ഭക്ഷണത്തിന് മുമ്പോ? അതെന്താ ബുദ്ധിമുട്ടുള്ളത്? മരുന്ന് കഴിക്കുന്നുണ്ടോ? എത്ര നാളായി ഇൻസുലിൻ ചെയ്ത് തുടങ്ങിയിട്ട്? എന്നാലും ഒരു 10-15 വർഷം. അപ്പൊ നമ്മൾ ഇതിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാലേ, ഷുഗർ ലെവല് നമുക്ക് കൂടുതൽ കാണുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത് സ്വാഭാവികമായിട്ടും, അല്ലേ? അപ്പോ ഡോക്ടർ ഒരു ചെറിയ ഡോസിലുള്ള മരുന്ന് നമുക്ക് തരുന്നു, ഒരു അര ഗുളിക ഒക്കെ തരുന്നു, പിന്നീട് അത് ഒരു ഗുളികയാക്കുന്നു, പിന്നീട് ഇൻസുലിൻ ആക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, അല്ലേ? ഒരു ഷുഗർ ആയാലും പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും. എന്നിട്ട് രോഗം മാറുന്നുണ്ടോ? നമ്മളൊരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ, പണ്ടൊക്കെ അങ്ങനെയല്ലേ ചേച്ചി? അതായത് നമ്മളൊരു രോഗം വന്ന് ഒരു വൈദ്യരെടുത്ത് പോയി കഴിഞ്ഞാൽ കഷായം കുടിച്ച് രോഗം മാറിയാ എൻ്റെ രോഗം മാറി, അപ്പോഴല്ല അതൊരു ചികിത്സയാവുള്ളൂ യഥാർത്ഥത്തിൽ. അല്ലാതെ മരുന്ന് കഴിക്കും തോറും നമ്മൾക്ക് അതിൻ്റെ ഡോസ് കൂട്ടുക, അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മളുടെ ആന്തരിക വ്യൂഹങ്ങൾക്ക് നാശം സംഭവിക്കുക എന്നതാണ് അതിൻ്റെ പരിണിത ഫലമെങ്കിൽ ആ ചികിത്സ ശരിയാണോ? ആണോ? അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു രോഗം മാറുന്നില്ലെങ്കിൽ ആ ചികിത്സയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? നമ്മൾ ഡോക്ടർമാര് പറയുന്ന മരുന്ന് കഴിക്കുക എന്നതിലുപരിയായിട്ട് ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ രോഗം മാറുന്നില്ലെങ്കിൽ നമ്മളൊരു റീതിങ്കിന് നമ്മൾ തയ്യാറാവണം. കാരണം ഞാൻ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് രോഗം മാറുന്നില്ലെങ്കിൽ പിന്നെയും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്താ ഫലം? ആകെ ഒരു ഫലം ഉള്ളത്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ കുറവാണെന്ന് കാണിച്ചിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവും. ഷുഗർ കൺട്രോൾഡ് ആണെന്നുള്ളത്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാകുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഷുഗർ ലെവൽ കുറവ് കാണിച്ചതുകൊണ്ട് മാത്രം നമുക്ക് കണക്കല്ലല്ലോ വേണ്ടത്. നമ്മൾക്ക് ശരീരത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരു ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിലേക്ക് തിരിച്ച് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് ലഭിക്കുന്നില്ലെങ്കിൽ ആ ചികിത്സയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് ആ ചികിത്സാ പദ്ധതിയിൽ ഈ പറയുന്ന രോഗത്തിന് യഥാർത്ഥ ചികിത്സ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ? അതിന് സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരാരുണ്ട് ഇതിൽ? മറ്റുള്ളവർ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ ഒന്ന് പറയുമോ? ആരുമില്ല, വേറെ ആരുമില്ല. മറ്റ് പ്രഷർ, കൊളസ്ട്രോള് അതിൽ മരുന്ന് കഴിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. മരുന്ന് കഴിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? എന്തെങ്കിലും രോഗത്തിന് സ്ഥിരമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രാവശ്യം ഇപ്പോൾ ഒരു രോഗം വന്ന് മരുന്ന് കഴിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എന്തെങ്കിലും രോഗത്തിന്? ഇല്ല അല്ലേ? മരുന്ന് മീൻസ് ഇംഗ്ലീഷ് മരുന്ന് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു രോഗത്തിന് നമ്മൾ ചികിത്സ തേടുമ്പോൾ ആ രോഗത്തിന് അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൊണ്ട് രോഗം മാറുന്നില്ലെങ്കിൽ ആ ചികിത്സയിൽ അപാകതകൾ ഉണ്ടെന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ പല ആളുകളും ഇപ്പോൾ ജേക്കബ് സാറിൻ്റെ കീഴിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പ്രമേഹം ഉള്ള പല ആളുകളും മുഴുവനായിട്ട് മരുന്ന് നിർത്തിയിട്ട് സാധാരണ ജീവിതം നയിച്ചു പോരുന്നുണ്ട്.
ഒരുപാട് ആളുകളുണ്ട്, ഇല്ല ചേച്ചി? അപ്പോൾ മരുന്ന് കഴിക്കാതെ നമ്മൾക്ക് നിലനിൽക്കുവാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മളെ ശരീരത്തിന് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു ആരോഗ്യമുള്ള ശരീരമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ചിലവർ പറയും എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഷുഗർ കൺട്രോൾഡാണ് എന്ന് പറയുന്നവരുണ്ട്. അതേസമയം ഇവരോട് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയും. മരുന്ന് കഴിച്ചിട്ടാണ് ഷുഗർ ലെവല് കൺട്രോൾഡ് ആണെന്ന് പറയുന്നത്, അല്ലാതെ മരുന്നില്ലാതല്ല. അപ്പൊ അത് അങ്ങനെ ഒരു നോർമൽ അവസ്ഥയല്ലല്ലോ അത്. മരുന്ന് കഴിക്കാതെ നമ്മൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ആരോഗ്യമുള്ള ശരീരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പ്രകൃതി ചികിത്സയില് അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തില് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരുന്നില്ലാതെ തന്നെ മനുഷ്യന് നിലനിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ട്. ആ സാഹചര്യത്തെ നമ്മൾ തിരിച്ചറിയുകയും എവിടെയാണ് നമുക്ക് പിഴവുകൾ പറ്റിയിട്ടുള്ളത് എങ്കിൽ ആ തിരിച്ചറിവിലൂടെ ഒരു തിരിച്ചുപോക്ക്, എവിടേക്ക് നമ്മൾ പുറപ്പെട്ടെടുത്ത് തന്നെയുള്ള ഒരു തിരിച്ചുപോക്ക്. നമ്മൾ സ്വാഭാവികമായിട്ട് ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നല്ലോ. അപ്പോൾ ആ തലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനം എന്നാണ് പറയാ. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞു, ഷുഗർ ലെവലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് പഴയ രീതിയിൽ തിരിച്ചു വരുമ്പോൾ ഉള്ള ചികിത്സയ്ക്ക് പ്രകൃതി ചികിത്സ എന്ന് പറയാം. അതിന്റെ കുറച്ച് ചികിത്സാ രീതി, ചികിത്സ മീൻസ് പ്രകൃതിപരമായി മരുന്നില്ലാതെ തന്നെ അതിന്റെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ളൊരു ചികിത്സ. പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഈ രോഗമില്ലാത്ത ആളും ജീവിക്കേണ്ട ജീവിത രീതികളെ മനസ്സിലാക്കുന്നതാണ്. പലപ്പോഴും ഈ ജീവിത രീതികൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാറി വന്നുകൊണ്ടിരുന്ന ഭക്ഷണ രീതികളും നമ്മളുടെ ദൈനംദിനം നമ്മളുടെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയും നമ്മളിലെ ജോലി, മറ്റുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ രോഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണം പുറത്താക്കി കൊണ്ടുള്ള ഒരു സംസ്കാരം, പുതിയ സംസ്കാരം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള രാസ മാലിന്യങ്ങൾ, പ്രിസർവേറ്റീവ്സ്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചിക്കൻ പോലത്തെ 40 ദിവസം കൊണ്ട് പ്രായപൂർത്തിയായി 2-3 കിലോ തൂക്കം വയ്ക്കുന്ന ചിക്കനൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളുടെ ഭക്ഷണ രീതികൾ, കാരണം ഹോർമോണ്, അതേപോലെ തന്നെ പല രാസ മരുന്നുകളും വാക്സിനൊക്കെ കൊടുത്തിട്ടാണ് ഈ സാധനം ഒരു 40 ദിവസത്തിനുള്ളിൽ ഒരു വലിയ 4 കിലോനൊക്കെ വരുന്ന കോഴിയായി കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആ രാസ വിഷങ്ങളെല്ലാം ആ മാംസത്തിലുണ്ടാവും. പിന്നെ നമ്മളാണ് അത് പാകം ചെയ്യുന്നെങ്കിൽ അത് കുറച്ചും കുറയും. അത് പുറത്തുനിന്നാണെങ്കിൽ വീണ്ടും നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി അതിൽ അജിനോമോട്ടോ പലവിധ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് വീണ്ടും അതിൽ രാസവിഷങ്ങൾ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന രാസമാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളാണ് പലവിധ രോഗങ്ങളായിട്ട് നമ്മളിൽ പ്രതിഫലിക്കുന്നത്. അത് ഇന്ന രോഗം വന്നില്ല. എല്ലാ രോഗത്തിൻ്റെയും കാരണം നമ്മളുടെ മലിനമാക്കപ്പെട്ട രക്തമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മളുടെ ആരോഗ്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മുടെ രക്തത്തിൻ്റെ ക്വാളിറ്റി. നമ്മുടെ രക്തത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ ശരീരം വിഷലിപ്തമാവുന്നതോടുകൂടി നമ്മൾ രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സാറൊരു ഉദാഹരണോടെ പറയാറുള്ളത് പോലെ രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും. പക്ഷെ രക്തത്തിൽ ചാരായം അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളെ
മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യം അവർ ഊതി നോക്കും, പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലഡിൽ ചാരായം കുടിച്ചതിൻ്റെ അംശങ്ങൾ അതിൻ്റെ അനന്തരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ സംഗതിയാണ് ബ്ലഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഇത് കാണുന്നത്, ആൽക്കഹോളിക്കിന്റെ അംശം കാണുന്നത്. അങ്ങനെയാണല്ലോ സ്ഥിരീകരിക്കുന്നത് ഇയാൾ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കഴിച്ചാലും അതിന്റെ ക്വാളിറ്റിയാണ് നമ്മളുടെ രക്തത്തിലുണ്ടാവുക. നമ്മൾ കഴിക്കുന്നത് പൊരിച്ചതും വറുത്തതും പല പ്രാവശ്യം വേവിച്ച് വറക്കപ്പെട്ട എണ്ണയാൽ ഉണ്ടാക്കപ്പെട്ട പലഹാരങ്ങളുമാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ചാരായത്തിന്റെ അംശം അങ്ങനെ ഉണ്ടായ പോലെ അതിന്റെ അംശം നമ്മുടെ ബ്ലഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്യുവറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഉതകുന്നതായിരിക്കണം, ജീവനുള്ള ഭക്ഷണമായിരിക്കണം എന്നാണ് പറയാ. ജീവനുള്ള ഭക്ഷണം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു തക്കാളി ചീഞ്ഞ് നമ്മൾ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അല്പം നനവുണ്ടെങ്കിൽ അത് മുളയ്ക്കും ഇല്ലേ, അതിന്റെ കുരു മുളയ്ക്കും. അത് നമ്മളാണ് കഴിക്കുന്നതെങ്കിലോ ആ ജീവന്റെ അംശം നമ്മളെ പ്രാണനിൽ വരും. ജീവനുള്ള ഭക്ഷണമാണ് അത്. നമ്മൾ കഴിക്കുന്നത് പോത്തിറച്ചി അല്ലെങ്കിൽ എന്താ പറയാ മരണപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ വരും. അപ്പൊ ജീവനുള്ള ഭക്ഷണം എന്താണ്? അത് പഴങ്ങളും പച്ചക്കറികളുമാണ്. പഴങ്ങളും പച്ചക്കറികളിലാണ് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി നമുക്ക് ലഭിക്കേണ്ട വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതോടുകൂടി നമ്മളുടെ ഒരുവിധം എല്ലാ രോഗങ്ങളും മാറിപ്പോകും. എനിക്ക് ഇവിടെ മുഴയാണ്, എനിക്ക് പനിയാണ്, എനിക്ക് ജലദോഷമാണ്, എനിക്ക് ഷുഗറാണ്, എനിക്ക് പ്രഷറാണ്, എനിക്ക് തൈറോയിഡാണ്, അങ്ങനെ പല രോഗങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസറാണ്. അപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് എൻ്റെ രോഗത്തിന് പൈൽസിന് എന്താണ് മരുന്ന്, അൾസറിന് എന്താണ് ചികിത്സ എന്നല്ല എന്ന് ചോദിക്കുക. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണെന്ന് നോക്കും. ഇപ്പൊ നമുക്ക് അൾസറിന്റെ പ്രശ്നമാണെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണുന്നു, വേറെ മുഴയുടെ ആണെങ്കിൽ സർജനെ കാണുന്നു. അങ്ങനെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് നിർദ്ദേശിക്കുക. അപ്പൊ ഈ ശരീരത്തെ ഓരോ പാർട്സുകളായി കാണുന്ന ഒരു ചികിത്സാ രീതിയാണ് അലോപ്പതി ചികിത്സ. അതായത് നമ്മളൊരു യന്ത്രത്തിന്റെ വിവിധ ഭാഗങ്ങളെ എങ്ങനെ ഓരോ പാർട്സ് കേടാകുമ്പോൾ അത് മാറ്റി പുതിയത് വെച്ച് നന്നാക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് അലോപ്പതി ചികിത്സ നടക്കുന്നത്. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശരീരത്തിനെ മൊത്തമായി കണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെയും നമ്മൾ കഴിക്കുന്ന ശുദ്ധജലത്തിന്റെയും ക്വാളിറ്റിയാണ് നമ്മളുടെ ആരോഗ്യം എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എല്ലാവിധ രോഗങ്ങളുടെയും കാരണം ഒന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. രോഗങ്ങൾ പലതായാലും രോഗ കാരണം ഒന്നാണ്. എന്താണ്? മലിനമാക്കപ്പെട്ട നമ്മളുടെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ള രക്തം, നമ്മുടെ ശരീര ധമനികളിൽ ഓടുന്ന രക്തം മലിനപ്പെട്ടു. അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് രോഗങ്ങൾ വന്നു. അപ്പോൾ നമ്മളുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യത്തെ കാണാതെ നമ്മൾ ഒരു പാർട്സ് മാറ്റി വെച്ചുകൊണ്ട് കുറച്ചു കാലമൊക്കെ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഉപയോഗിക്കപ്പെടുന്ന ആ സമയത്ത് അത് യഥാവിധി ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മരുന്നും കൂടി കഴിക്കണം അല്ലെ. നമുക്കൊരു ഹാർട്ടോ ലിവർ പ്ലാന്റേഷനോ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുയോജ്യമായ രീതിയിൽ നമ്മുടെ ബ്ലഡിന് കട്ടി കൂടുതലാണെങ്കിൽ കട്ടി കുറച്ചു കൊടുക്കണം, എന്നെങ്കിലാണ് സുഗമമായിട്ട് ഓടുള്ളൂ. അപ്പൊ കട്ടി കുറയ്ക്കുന്നതിനുള്ള മരുന്ന് കഴിക്കണം. അപ്പൊ നിരന്തരം നമ്മളുടെ രോഗത്തിന്റെ ഈ നിരീക്ഷിച്ച് ആ ശരീരത്തിനും നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ പിടിപ്പിക്കപ്പെട്ട അവയവങ്ങൾക്കും വേണ്ടുന്ന രീതിയിൽ ക്രമപ്പെടുത്തുന്ന രാസമരുന്നുകൾ നിരന്തരം ജീവിതകാലം മാത്രം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് മാറ്റി വെക്കപ്പെട്ട അവയവം കൊണ്ട് നമുക്ക് കുറെ കാലങ്ങളും ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ.
അപ്പൊ നേരെ മറിച്ച് നമ്മൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തില് മൊത്തത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള രാസവിഷങ്ങള് മാലിന്യങ്ങൾ പോകുമ്പോൾ ശരീരം പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ അവസ്ഥ മാറിക്കിട്ടും. ഇപ്പൊ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ആ ബ്ലോക്കുള്ള ഭാഗം അവിടെ സ്റ്റെൻഡോ അങ്ങനെയുള്ള എന്തോ ഫിറ്റ് ചെയ്തിട്ട് അവിടെ ആ രക്തക്കുഴൽ ആ ധമനികളുടെ ബ്ലോക്ക് മാറ്റല്ലേ ചെയ്യുന്നത്. അലോപ്പതി ചികിത്സയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അവിടുത്തെ മെയിൻ കാര്യം കൊഴുപ്പാണല്ലോ. അപ്പോ ആ കൊഴുപ്പ് ഉള്ള ഭാഗത്ത് അവിടെ തടസ്സപ്പെട്ട ആ ഏരിയ തടസ്സം നീക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ കാര്യം കൊണ്ട് താൽക്കാലികമായി നമുക്ക് ശമനം കിട്ടുമെങ്കിൽ അവിടെ അങ്ങനെ കൊഴുപ്പ് ഉണ്ടാവാനുള്ള കാരണത്തെ നമ്മൾ നീക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തന്നെ മാറും ഇല്ലേ. അവിടെ ആ കൊഴുപ്പ് മാറുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയം അവിടെ ഈ കൊഴുപ്പ് എന്തുകൊണ്ട് വന്നു, എങ്ങനെ രോഗം വന്നു എന്ന് ഒരു ഡോക്ടർ നമ്മളോട് പറയാറില്ല. ഇന്ന കാര്യങ്ങളുണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്, 6 ബ്ലോക്ക് ഉണ്ട്, അത് മാറാനായിട്ട് ഇന്നതുള്ളൂ എന്നാണ് പറയാറുള്ളൂ. അപ്പൊ അതിൽ വ്യത്യസ്തമായി ഈ ബ്ലോക്ക് വരാനുള്ള കാരണത്തെ കണ്ടുപിടിക്കുകയും അതിലുള്ള പരിഹാരങ്ങളിലൂടെ നമ്മൾ ജീവിത രീതി മാറ്റുമ്പോഴും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവായി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അങ്ങനെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയുടെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെയാണ് പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രകൃതി ചികിത്സയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പ്രകൃതി ചികിത്സയിലേക്ക് പലരും എത്തിപ്പെടുന്നത് എല്ലാവിധ ചികിത്സകളും കഴിഞ്ഞതിന് ശേഷം ഇനി പ്രകൃതി ചികിത്സ കൂടി ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് വരെ ഇവരുടെ ശരീരത്തില് പലവിധ ചികിത്സകളാൽ ഇവരുടെ ശരീരത്തില് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അത് പഴയ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ പഴയ മരുന്ന് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ബുദ്ധിമുട്ടുകളെ മാറ്റി ശരീരത്തെ പഴയ രീതിയിൽ വരേണ്ടതായിട്ടുണ്ടല്ലോ. ആ കൊണ്ടുവരേണ്ട ചികിത്സയിലേക്കാണ് ആദ്യം പ്രകൃതി ചികിത്സ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്ന ആ ജീവിത പദ്ധതി എങ്ങനെയാണോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ജീവിത പദ്ധതിയിലൂടെ തുടർന്നുള്ള ജീവിതം നയിക്കാനാവുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരു സ്ഥായിയായിട്ടുള്ളൊരു സ്വാസ്ഥ്യം എന്ന് പറയാനാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു രോഗത്തിന് ഒരു മരുന്ന് കഴിച്ചു, ആ രോഗം മാറി കഴിഞ്ഞു വീണ്ടും നമ്മളുടെ ജീവിത രീതിയും മറ്റും പഴയ പോലെയാണ് തുടരുന്നതെങ്കിൽ പഴയ പോലെ തന്നെയാവും നമ്മളുടെ അവസ്ഥ അല്ലേ. അപ്പോ പഴയ രീതിയിലേക്ക് ശരീരത്തെ മാറ്റിപ്പെടുന്ന പ്രക്രിയ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ രീതിയിലൂടെ നമ്മുടെ ശരീരത്തിന് സ്വാസ്ഥ്യം ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ള ചികിത്സ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും പിന്നീട് ആ പ്രകൃതി ജീവന മാർഗത്തിലൂടെ ജീവിതം നയിക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളും മാറിപ്പോവുകയും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നമ്മളിത് പറയുന്നത് ഒരു തത്വം എന്നുള്ള അടിസ്ഥാനത്തിലല്ല, ഇത് തത്വം എന്നുള്ള അടിസ്ഥാനത്തിലല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നപ്പോ ഈ ചേച്ചിക്ക് എത്ര വർഷമായിട്ടുണ്ടാവും? 20 വർഷമുണ്ട്. അപ്പോ നമ്മളിങ്ങനെ കുറെ തത്വങ്ങൾ പറയുന്നതിലുപരിയായിട്ട് ആ സത്യാവസ്ഥ മനസ്സിലാക്കി അത് തുടർന്ന് ജീവിതം ജീവിച്ചപ്പോ എന്തായിരുന്നു അതുകൊണ്ടുള്ള അനുഭവം എന്നുള്ളത് അറിയുമ്പോഴാണല്ലോ നമുക്ക് അതുകൊണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടുള്ളൂ. അപ്പോ 20 വർഷത്തോളം ഈ ജീവിതം നയിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഇപ്പൊ ജീവിക്കുന്ന രീതിയെ കുറിച്ചൊന്ന് പറയാം. എന്റെ പേര് കാർത്തിനി, എന്റെ വീട് ഒരിക്കലും പടവരാണ്.
ഞാൻ പാർട്ട് ടൈം ടീച്ചറായിരുന്നു. ഒരു കൊല്ലം ആയിണ്ടാവണമെന്ന് എൻ്റെ അറിവ്. ഞാൻ ജോലി പാർട്ട് ടൈം ആയതുകൊണ്ട് സാറ് തന്നെ തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ വരും. അവിടെ പോയി ക്ലാസ് കേട്ട് ഉച്ച വരെ ജോലി കഴിഞ്ഞാൽ 10-15 മണിയാകുമ്പോഴേക്കും അവിടെ ചെന്ന് സാറിൻ്റെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി അങ്ങനെ കുറേ കാലം ആ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 10 കൊല്ലം മുമ്പ് എൻ്റെ മേത്തൊരു ചൊറി പോലൊരു വന്നു. ചൊറിയല്ല, അങ്ങനെ റാണി പോലൊരു കുരുക്കൾ വന്നിട്ട് ഞാൻ സാറ് എൻ്റെ പോലെ ആ ക്ലാസ്സിൽ പോയപ്പോൾ അന്നിവിടെ ആസ്പത്രികളൊന്നുമില്ല. അവിടെ പോയി കണ്ട് സാറ് പറഞ്ഞു ഒരു 15 ദിവസം വേവിക്കാത്ത ഭക്ഷണം കഴിക്കാൻ. അത് ഞാനൊരു 10-15 ദിവസം അങ്ങനെ കഴിച്ച് തുടർന്ന് പിന്നെ അത് അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. അപ്പോൾ രണ്ടാമത് സാറിൽ നിന്ന് കണ്ടപ്പോൾ സാറ് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ആസ്പത്രി ഉണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും അന്വേഷിച്ചിട്ടൊന്നും ആസ്പത്രി ഇല്ല. അന്ന് പോലീസ് അക്കാദമിയുടെ അവിടെ ഒരു ആസ്പത്രി ഉണ്ടായിരുന്നു. 10 കൊല്ലമായി അവിടെ കിടന്നു. ഒരു 10 ദിവസം കിടന്ന് ചികിത്സിച്ച് സാറ് 1-2 സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. അവിടെയൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വരാക്കര ഒരു സ്ഥലം പറഞ്ഞു. അവിടെ അന്ന് ഈ ആസ്പത്രി തുടങ്ങിയിട്ടില്ല ഇവിടെ. അവിടെ പോയി കിടന്ന് ഒരു 10 ദിവസം അവിടെ കിടന്ന് ചികിത്സിച്ച് പോന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ ജീവിതം അങ്ങോട്ട് നയിച്ചു തുടങ്ങി. 10-15 കൊല്ലമായി ഞാൻ ഇറച്ചി മീനും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ അതുകൊണ്ട് മാറി. പിന്നെ ഇപ്പോൾ ഒരു 3 കൊല്ലം മുന്നേ പോലെ ഈ കോവിഡിൻ്റെ സമയത്തേ ഒരു പനി വന്നു എന്ന് പറയാൻ കൊറോണയൊന്നും നമുക്കറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. പിന്നെ കൊറോണയുടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ശരീരമൊക്കെ അങ്ങോട്ട് വേറിട്ട് പെട്ടെന്ന് തന്നെ ഈ മസിലൊക്കെ വന്നുകൊണ്ട് ഇതായി. അങ്ങനെ ഞാൻ സാറിനവിടെ അപ്പോൾ ഇവിടെ ആസ്പത്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഒരു 10 ദിവസം ഇതേപോലെ കിടന്നു. എന്നിട്ട് അതൊക്കെ മാറിപ്പോയി. പിന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ അങ്ങനെ ഇടയ്ക്ക് കഴിഞ്ഞ ഈ ഡിസംബറിൽ വന്നിട്ട് ഇതേപോലെ ഒരു പനി തന്നെ വന്നിട്ട് കിടന്നു. അങ്ങനെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഒരു മരുന്നും ഇതുവരെ കഴിക്കാനില്ല. പിന്നെ എന്തെങ്കിലും ഇതിപ്പോൾ ഈ കഴിഞ്ഞ പോലെ ഈ സമയത്ത് ഒരു പെട്ടെന്ന് ഒരു തലവേദന. അപ്പോൾ തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ പോയി കണ്ടു. അവിടെ ചെന്നപ്പോൾ മൈഗ്രെയിനാണ്. അതിന് കുറേ മരുന്നൊക്കെ എഴുതി. ഞാനൊന്നും മേടിച്ച് ഒരു ദിവസം 2 ദിവസമൊക്കെ മേടിച്ച് പോരണം. അവർ നമുക്ക് ലിസ്റ്റ് തരില്ല. അവരവിടെ ആസ്പത്രിയിലേക്ക് തന്നെ എഴുതി തന്ന് അത് ആ കാശ് പോയിന്ന് മാത്രം. അത് മേടിച്ച് വന്ന് ഞാൻ നേരെ ഇവിടെ വന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു 10-15 ദിവസം കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 12 ദിവസം ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ വരുന്നു പോയി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടി കിടക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നേക്കണേ. അത് പിന്നെ പ്രാവശ്യം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് ഈ നാച്ചുറൽ ബ്യൂട്ടി എന്നൊരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ്? സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ടാണ്? അതോ യൂട്യൂബിലൂടെ കണ്ടിട്ടാണോ? അതിങ്ങനെ അറിഞ്ഞത് ക്ലാസ് കേട്ടിട്ട്? അറിയില്ല. പലരും ഇവിടെ സാറിൻ്റെ പല വർഷങ്ങളായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഇത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു. നമുക്ക് എന്തുകൊണ്ടൊക്കെ ഒരു അസുഖം വന്നേ? നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പൊട്ട സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു അസുഖം വന്നു. അത് നമ്മൾ അലോപ്പതിയിൽ പോയി എന്താ ചെയ്യുക? അതായത് സാധനങ്ങൾ കുറയ്ക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കഴിക്കും, അപ്പോൾ അത് കുറയ്ക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ അപ്പം ആ വേസ്റ്റ് അങ്ങ് കെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ആ ഒരു വേസ്റ്റ് അവിടെ കെടുക്കുക. അത് നമുക്ക് പുറത്തേക്ക് കളയണം. അതെങ്ങനെ കളയാൻ പറ്റും? ആ ഒരു പ്രോസസ്സിനെ നമ്മുടെ മെഡിക്കലി പറയുന്നതാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടോ അത് നമ്മൾ പുറത്തേക്ക് കളയണം. ഈ പുറത്തേക്ക് കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല 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 കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു തരും. മൂത്രമായിട്ട് പോവും, മലമായിട്ട് പോവും, നമ്മുടെ വിയർപ്പായിട്ട് പോവും. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ അത് പുറത്ത് പോകും. പനിക്കും. അതായത് അത് ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ചൂട് കൂട്ടും. നമ്മുടെ ശരീരം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു
പഴുതാരം കൊള്ളും. നമ്മൾ വിചാരിക്കും ഒരു പഴുതാരം കൊള്ളും, നമ്മളെങ്ങനെയാലും കൊല്ലുക, ഒന്നില്ലെങ്കിൽ അടിച്ചു കൊല്ലും അല്ലെങ്കിൽ ചുട്ടു കൊല്ലും. അത് ഓരോരുത്തർ രീതി. അതായത് ചൂട് കൂട്ടിയിട്ട് ആ സാധനത്തിനൊക്കെ നശിപ്പിക്കുക. ഇതന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ചൂട് കൂട്ടിയിട്ട് നമ്മുടെ ആ ഒരു പനി വരുമ്പോൾ എന്താ, അതിന് നിറച്ച് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതിന് പല പല ഓർഗാനിസംസ് ഉണ്ട്. വൈറസ് ആയിരിക്കും, ബാക്ടീരിയ ഉണ്ടായിരിക്കും. അതിലെല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ല. ഇപ്പോൾ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂട്ടും, അങ്ങനെ നശിക്കും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അത് ഇതൊരു പറയുന്ന പനി എന്ന് പറയുന്ന രോഗമല്ല, അതൊരു എന്താ പറയുക ലക്ഷണമാണ്. അതൊരു ലക്ഷണമാണ്. അത് എന്തിൻ്റെ ലക്ഷണം വേണമെങ്കിലാവാം, എന്തിൻ്റെ വേണമെങ്കിലാവാം. അപ്പോൾ പനി വരുമ്പോൾ നമ്മളിങ്ങനെ എന്നാൽ പിന്നെ കുറച്ച് ഡോളോ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പാരസെറ്റമോൾ എടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വരണം, നമ്മൾ പറയും ശരി വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറയും. വാട്ടർ ഫാസ്റ്റിംഗ് ഒരു 5 ദിവസം ഇതിൻ്റെ വാട്ടർ ഫാസ്റ്റിംഗ്, ഇപ്പോൾ പറഞ്ഞ ഉപവാസം 5 ദിവസം വെള്ളം മാത്രം കുടിച്ച് അതിൻ്റെ ഉപവാസം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. ഡീടോക്സിഫിക്കേഷൻ, ടോക്സിങ് എന്ന് പറഞ്ഞിട്ട് വിഷം, ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ആ വിഷത്തങ്ങ് ഇല്ലാണ്ടാക്കുക. ദാറ്റ് ഈസ് ഡീടോക്സിഫിക്കേഷൻ. 5 days വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെമഡി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിന് മരുന്ന് ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതിന് ടെമ്പററി ആയിട്ട് മരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിച്ചാൽ ടെമ്പററി ആയിട്ട് വരുന്നത്, ഇത് ടെമ്പററി അല്ല, ഇത് പെർമനൻ്റ് ആയിട്ട് മാറും. പിന്നെ ഇതിന് ടെമ്പററി ആയിട്ട് വരുന്ന കഴിക്കുന്നത്, ടെമ്പററി ആയിട്ട് പോകാൻ പലപതി ഉള്ളത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ റൂട്ട് കോസിനെ നമ്മളതിന് അങ്ങ് ഇല്ലാണ്ടാക്കാൻ ചെയ്യുന്നത്. ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഓക്കെ എനിക്ക് എന്താ പറയുക കൈൻ്റെ ഇവിടെ വേനെടുക്കുന്നു, ഈ തുമ്പ് വേനെടുക്കുന്നു എന്ന് പറയാം. ഒരാൾ കൈൻ്റെ തുമ്പ് വേന, എന്താ കൈൻ്റെ തുമ്പ് വേനെടുക്കുന്നത്, ഈ കൈൻ്റെ തുമ്പ് തരിക്കുന്നു. ഇത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും തരിപ്പല്ല, സ്ഥലം മാറിപ്പോകും. ഇത് ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവുക ചിലപ്പോൾ കിഡ്നിന്നായിരിക്കും. അവിടെ നിന്ന് ഈ എന്താ പറയുക ഫിൽട്രേഷൻ ഒന്നും ശരിയാവാണ്ട്, അതുപോലെ തന്നെ ഈ ബ്ലഡ് ഫ്ലോ ശരിയാവാണ്ട് ഹാർട്ടിൽ നിന്നായിരിക്കും ബ്ലഡ് ഫ്ലോ ശരിയാവാണ്ട്, ബ്ലഡ് എത്താത്തോട്ടായിരിക്കും. സോ നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. ഇത് എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ കൈത്തിരിപ്പ് വന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് അറിയണ ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് അലോപ്പതി പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഈ കൈത്തിരിപ്പ് ഓക്കെ അത് ചിലപ്പോൾ പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇവിടെ ഈ ഒരു മെഡിസിൻ ഈ ഓർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തുമ്പത്ത് മാറി കിട്ടും. ഇത് നമ്മൾ നാച്ചുറോപ്പതി ഡോക്ടർ അടുത്തേക്ക് വന്നു നോക്കി. അപ്പോൾ അവരെന്താ പറയുക, ഇത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ശരിയാവാത്തതുകൊണ്ട് കാർഡിയോ വാസ്കുലർ ഡിസീസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വന്നായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ട് അപ്രോച്ചാണ്. ഇത് രണ്ട് അപ്രോച്ചാണ്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വരുന്നത്. അതിൻ്റെ റൂട്ട് കോസിനെ പോയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഉള്ളത്. ഇവർക്ക് ഒരു ടെമ്പററി ട്രീറ്റ്മെൻറ്റ് ഇല്ല. ടെമ്പററി പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു ചികിത്സ ഇല്ല. അതങ്ങ് മുഴുവനായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ നാച്ചുറോപ്പതിക്ക് എപ്പോഴാണ് എത്തിപ്പെടാന്നുള്ളത് എല്ലാം കഴിഞ്ഞു. അലോപ്പതി കഴിഞ്ഞു, ആയുർവേദം കഴിഞ്ഞു, പിന്നെ ഹോമിയോപ്പതി കഴിഞ്ഞു. ഇതിലൊന്നും ഒരു ഗുണമില്ലാതെ അല്ലെങ്കിൽ അത് ഫലിക്കാതെ എന്തോ നാച്ചുറോപ്പതിക്ക് വരും. അപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടാവും. എല്ലാവിധ ടോക്സിൻസും എല്ലാവിധ വിഷങ്ങളും അതിൻ്റെ ഉള്ളിൽ ബോഡിയിൽ അടിഞ്ഞു കൂടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നവരായിരിക്കും. അവരെടുത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഓക്കെ നാളെ തൊട്ട് ഈ മരുന്ന് നിർത്തിക്കോ, നാച്ചുറോപ്പതിയിൽ വന്നില്ലേ നിർത്തിക്കോ എന്ന് പറയില്ല. അത് അവർ പതുക്കെ 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 അതിൻ്റെ കൂടെ തന്നെ എന്ത് കൊടുക്കും, അവർക്ക് വേണ്ട അവരുടെ ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കണം. ഡീടോക്സിഫിക്കേഷൻ ചെയ്യണം. അത് നമുക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് എനിമ ചെയ്യും. അറിയോ എനിമ ഇത് അറിയോ ആർക്കെങ്കിലും? എനിമ അറിയില്ല. അപ്പോൾ ഈ എനിമ ചെയ്യുമ്പോൾ പലർക്കും എന്താ പറയുക അതൊരു മലബന്ധം എന്ന് പറയും. മലബന്ധം അല്ലെങ്കിൽ തന്നെ അതൊക്കെ വരുമ്പോൾ നമ്മൾ എനിമ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അതൊരു ഭയങ്കരമായ അവസ്ഥയാണ്, ഭയങ്കര പൊട്ട അവസ്ഥയാണ്. നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്നാൽ കഴിച്ചോട്ട് പോവില്ല. ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു പൊട്ട സാധനം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടി നിൽക്കും. അത് ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മുടെ വൈറ്റൽസിനെ ബാധിക്കും. അതായത് BP, അതുപോലെ ടെമ്പറേച്ചർ, നമ്മുടെ ഷുഗർ, കൊളസ്ട്രോൾ, അത് ഇത് എല്ലാത്തിനും ബാധിക്കും ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ പോയി കഴിഞ്ഞാൽ എനിം ചെയ്താൽ മതി. ഇവിടെ വന്നാൽ നമ്മൾ പറയും എനിം ചെയ്താൽ മതി, അത് തീർന്നു, ആ ഒരു സംഭവം തീർന്നു. ഇതിന് നമ്മൾ എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ആൻറ്റിബയോട്ടിക്സ്
അതിൻ്റെ വേറെ എന്തെങ്കിലും യാതൊരു വിധ ഡ്രഗ്സും ആഡ് ചെയ്യാതെ നമ്മളിത് മാറ്റി കൊടുക്കും സിമ്പിളായിട്ട്. പക്ഷെ അത് അവിടെ നിന്നെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും. നമുക്കിത് നടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, എന്താ പറയുക, മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഫുഡ് ഇറങ്ങില്ല. നമ്മളിങ്ങനെ നിൽക്കും. നമ്മളെ 2-3 ആൾ പിടിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥകൾ വരെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിന് വളരെ ചെറിയൊരു കാര്യം മതി, എനിമ ചെയ്താൽ മതി. പക്ഷേ എനിമ ചെയ്യണമെങ്കിൽ എന്താ പറയുക, നമ്മൾ അവിടെ പോയിട്ട് അറിയാത്തവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ അമ്മയുടെ അടുത്ത് പറയാം, എന്നാൽ എനിമ ചെയ്തോ, ഇങ്ങനെ ചെയ്യാം. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സോടുകൂടി ചെയ്താലേ അതിന് കാര്യമുള്ളൂ. ആ എനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നേ കുറച്ച് പെട്ടെന്ന് പോയി എനിമ ചെയ്യരുത്. അതിന് മുന്നേ നമ്മൾ മട്ടാക്സ് ഇട്ട്, വെട്ടാക്സ് ഇട്ട്, പിന്നെ UV റേഡിയേഷൻ കൊടുത്ത്, IR റേഡിയേഷൻ കൊടുത്ത്, അതുപോലെ തന്നെ മട്ടാക്ക് ഇട്ട്, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒന്ന് കൂളാക്കി നമ്മൾ വാക്കിംഗ് ചെയ്ത് ചില എക്സസൈസ് ചെയ്തിട്ട് അവർക്ക് റിലാക്സ് ആയിട്ടിരുന്ന് എനിമ ചെയ്ത് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്. നമ്മൾ ചുമ്മാ പോയിട്ട് അമ്മ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതിനൊരു ഉപകാരം വേണ്ട, അതുണ്ടല്ല. അതറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുന്ന കുറച്ച് നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോവുക. അപ്പോൾ അവർ കൃത്യമായിട്ടത് പറഞ്ഞു തരും. ഇത് ഞാനിപ്പോൾ ചെറിയൊരു ഭാഗം പറഞ്ഞത് എനിമ നമുക്കിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യമാണ്. ഡീടോക്സിഫിക്കേഷൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു പൊട്ട സാധനങ്ങളെ കഴുകി കളയുക. ഇതാണ് നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ശരീരത്തിലുള്ള പൊട്ട സാധനങ്ങളെ കളയുക. അത് എങ്ങനെ? ഈ ഫുഡിലൂടെ. അതിന് കുറേ തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറ്റ് തെറാപ്പി, ഈ ഫുഡിന് ഇതിൽ പറയുന്നതാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്. അതൊരു വഴിയാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഹൈഡ്രോതെറാപ്പി. ഇപ്പോൾ എനിമ അതൊരു ഹൈഡ്രോതെറാപ്പിയാണ്. എനിമ വരുന്നത് ഹൈഡ്രോതെറാപ്പിയാണ്. അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് അതൊരു ഹൈഡ്രോതെറാപ്പിയാണ്. അതുപോലെ തന്നെ ക്രോമോതെറാപ്പി, മാഗ്നറ്റോതെറാപ്പി, പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനെ കുറേ തെറാപ്പീസ് ഉണ്ട് ഇതിൽ. പിന്നെ യോഗ, അത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതിൽ ഒരു മൈൻഡ് റിലാക്സേഷൻ, മെയിൻലി ഇവിടെ റിലാക്സേഷൻ, മസാജിങ് ഉണ്ടായിരിക്കും. മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റിലാക്സിങ് ആയിരിക്കും. നമ്മൾ വെറുതെ നമുക്കല്ല മസാജ് ചെയ്ത് അങ്ങനെ ആരും ഇഷ്ടപ്പെടാത്ത ആളുകാരുള്ളത്. എന്നാൽ തല മസാജ് ചെയ്യുമ്പോൾ അതിൽ പല സ്ട്രോക്കിംഗ് ഉണ്ട്, ടാപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പല ടൈപ്സ് ഉണ്ട് ഈ ഒരു മസാജിന്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു വേ ഓഫ് ടെക്നിക്ക് ഉണ്ട്. ആ വേ ഓഫ് ടെക്നിക്ക് കൂടെ പോയാൽ അതിനൊരു എന്താ പറയുക, ഉപകാരം ഉണ്ടാകും, ഒരു റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ബാക്കി ഈ പ്രാക്ടീഷണറുടെ അണ്ടറിൽ നിന്നിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും, ഭയങ്കരമായ റിസൾട്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. 4 നേരം 3 നേരമൊക്കെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇന്ന് ചോറ് കഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിക്കണമെങ്കിൽ അല്ലേ, ചോറ് കഴിക്കേണ്ട പറ്റില്ല, ചോറ് വേണം. പക്ഷേ നമ്മൾ ഈ ചോറ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ഷുഗർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് ചോറ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒബേസിറ്റി ഉണ്ടാവും, വണ്ണം വയ്ക്കും. ഭയങ്കരമായിട്ടുള്ള ഒബേസ് പേഷ്യൻസ് ആണ്. ഒബേസ് എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോ 120 കിലോ മുകളിൽ വന്നാലാണ് ഈ ഒബേസ് നമുക്ക് കണ്ടീഷൻ വരുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഈ ചോറ് നമ്മൾ താഴെ ഒന്ന് ഒഴിവാക്കും. ഇതിൽ മെയിനായിട്ട് നാച്ചുറോപ്പതിയിൽ വരുന്നതാണ് ചോറ് ഒന്ന് ഒഴിവാക്കും. ചോറ് തന്നെ കാർബോഹൈഡ്രേറ്റ് ഒന്ന് ഒഴിവാക്കും. പിന്നെ അതിന് ഈ കാർബോഹൈഡ്രേറ്റ് ഈ ചോറ് കഴിക്കുമ്പോൾ എന്ത് എനർജിയാണോ കിട്ടുന്നത് അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ കൊടുക്കും. അതിങ്ങനെ സപ്ലൈ ചെയ്യും. ഡ്രഗ്സ് കൊടുത്തിട്ടല്ല, അലോപ്പതിയിലല്ല, അല്ലാണ്ട് നമ്മൾ സപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈ ന്യൂട്രീഷൻ ഡയട്രിക്സ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വൈറ്റമിൻ എ കിട്ടുന്നെങ്കിൽ നമുക്ക് ചെയ്യും. വൈറ്റമിൻ ഇ ഇല്ലേ, അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് അല്ലേ, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ട്. ഈ ടാബ്ലറ്റ് വേണ്ട, ജോയിൻസ് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് നല്ലതാണ്. മുട്ടുവേദനയ്ക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് നല്ലതാണ്. എന്നാൽ ഇത് കഴിക്കണം, നമുക്ക് എന്താ പറയുക, മരുന്ന് കഴിക്കണ്ട, ആ ഒരു സപ്ലിമെൻറ്റ്സ് കഴിക്കണ്ട. ഈ മീനില്ലേ, ട്യൂണ, സാൽമൺ, അത് നേരത്തെ ഫിഷുകളുണ്ട്, അത് കഴിച്ചാൽ തന്നെ നമുക്ക് സാധനം കിട്ടി. നമ്മുടെ ഡയറ്റിൽ നമ്മുടെ എന്താ സാധനങ്ങൾ വെറുതെ ചോറ് കഴിക്കുന്നില്ല, അരി കഴിക്കുന്നില്ല, അതുപോലത്തെ ഒരു സാധനമായിട്ട് ഇതിന് കഴിക്കാൻ മതി. ഈ മരുന്നിന് തന്നെ എത്ര രൂപ കൊടുക്കണം? അലോപ്പതി മരുന്ന് നമ്മൾ കൊടുക്കുന്ന അത്ര പൈസ ഒന്നും നമ്മൾ
എനിക്ക് തോന്നുന്നില്ല ഈ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത്രയും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറ്റിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ബോഡിയിലേക്ക് അത് യൂസിങ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്കറിയാവുന്നതാണ് ഞാൻ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വൈറ്റമിൻ ഡിക്ക് നമ്മൾ സൺലൈറ്റ് എടുത്താൽ മതി. വെറുതെ രാവിലത്തെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ടൈമുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമ്മർ സീസണിലാണെങ്കിൽ നമ്മളത് പോയിട്ട് ഒരു 7 മണി തൊട്ട് 8 മണി അല്ലെങ്കിൽ അതൊരു 8-8:30 മാക്സിമം. അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ UV റൈസ് കൂടും, നമ്മൾ കഴിഞ്ഞ് പോകും. അപ്പോൾ അതിന് കൂടുതൽ നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വൈകുന്നേരത്തെ ഒരു സമ്മർ സീസണിലാണെങ്കിൽ ഒരു 5:30 തൊട്ടൊരു 6:30 6:45 വരെ. അത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു നമ്മൾ എങ്ങനെ അത് കണക്കാക്കാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആ ലൈറ്റ് വരുമ്പോൾ നമുക്ക് പൊള്ളുന്നില്ലേ, നമുക്ക് പൊള്ളരുത്. അതവിടെ ബേൺസ് ഉണ്ടാക്കും. ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ബേൺസ് ഉണ്ടാക്കും, നമ്മുടെ ശരീരം പൊള്ളും, സൺബേൺസ് വരും, സൺസ്ട്രോക്സ് വരും. അപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും പോകരുത്. കുറച്ച് ഒരു 10-20 മിനിറ്റ് അത്ര എന്നാൽ മതി. അപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക് സപ്ലിമെൻറ്റ്സ് കിട്ടി കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനെ എടുക്കുമ്പോൾ നമ്മൾ പറയും വൈറ്റമിൻ ഡി കൊടുക്കണം, അപ്പോൾ കാലത്തിരിച്ച് നടക്കണം. ഇങ്ങനെ ഈ വൈറ്റമിൻ ഡിക്ക് അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, കുഞ്ഞിനെ ബോൺ ഗ്രോത്തിനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കൊറോണ വന്നപ്പോൾ ഒരുവിധം എല്ലാവർക്കും കിട്ടിയ സാധനമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക്. ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ഇതിനെ കൊണ്ടൊക്കെ പറ്റും. നമ്മൾ ഈ ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് ഇമ്മ്യൂണിറ്റി അങ്ങ് പൊക്കോളൂ. ഈ മില്ലറ്റ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ്. ഈ ABC ജ്യൂസുകൾ കഴിക്കാറുണ്ടോ? എനിക്കറിയില്ല. ABC ജ്യൂസ് എന്താണെന്ന് അറിയില്ല. ABC ജ്യൂസ് അതന്നെ. ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട്. ഇതിൽ ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിലൊരുവിധം ഈ വൈറ്റമിൻ A to D അതിനുള്ളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ബീട്രൂട്ടിലുണ്ട് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടിയിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഓക്കെ. ഈ ABC ജ്യൂസ് നമുക്ക് ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും നമുക്കിത് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നൊരു എല്ലാ ന്യൂട്രീഷൻസും എല്ലാ വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ABC, D കൂടി. D എന്ന് പറയുമ്പോൾ ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്യും. അതിലിട്ട് പറയുന്നതാണ് ഡേറ്റ്സ് നമുക്ക് അയൺ. ഇപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ആ ഒരു ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അയൺ എന്ന കണ്ടന്റ് ഭയങ്കര എക്സ്ട്രായിരിക്കും. അപ്പോൾ നമ്മൾ HB ഇപ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഇല്ല, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തളരും, വീക്കാവും, നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഭയങ്കര കണ്ണൊക്കെ പെയിലാവും. അങ്ങനെ അവസ്ഥ വരുമ്പോൾ നമ്മൾ അപ്പോൾ നേരെ പോയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ എന്നാൽ അയൺ സുക്രോസ് നമുക്ക് IV ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സ് കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമല്ലോ, നമ്മൾ പെട്ടെന്ന് IV അങ്ങോട്ട് പോകും. എന്നാൽ ഇതേ സംഭവം തന്നെ നമുക്കിത് ഡയറ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്താലും നമുക്കത് കിട്ടും, റിസൾട്ട് കിട്ടും. ദാറ്റ് മീൻസ് അയണിനായിട്ട് നമുക്കിപ്പോൾ ഡേറ്റ്സ് എടുക്കാം, ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം, ABC ജ്യൂസ് എടുക്കാം, അതെല്ലാം പിന്നെ ABCD ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്ത് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളതിന് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടി, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ബ്ലഡിൻ്റെ ഒരു ഹീമോഗ്ലോബിൻ കണ്ടന്റ് കിട്ടി. പിന്നെ അത് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എക്സസൈസ്, ബോഡി മൂവ്മെൻറ്റ്സ് വേണം. മെയിൻലി ബോഡി മൂവ്മെൻറ്റ്സ് വേണം. എന്നാലും ഈ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും, ഡീടോക്സിഫിക്കേഷൻ ഈ ഒരു സംഭവം നടക്കുള്ളൂ. ബോഡി മൂവ്മെൻറ്റ് ചെയ്യണം. അതിനാണ് നമുക്കിപ്പോൾ ഈ യോഗ, അതുപോലെ തന്നെ ലൂസനിങ് എക്സസൈസ് ഉണ്ട്, യോഗയുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ ബോഡിയുടെ എല്ലാ ഇതിലേക്ക് മൂവ്മെൻറ്റ്സ് കിട്ടുകയും ചെയ്യും, അവിടേക്കൊക്കെ ബ്ലഡ് ഫ്ലോ എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു നമുക്കുള്ള പെയിൻസും കാര്യങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞ് എല്ലായിടത്തും ഓക്സിജനേറ്റ് ബ്ലഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ബ്ലഡ് ഫ്ലോ കിട്ടിയാൽ പോരാ, ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടണം, നന്നായി ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഓക്സിജനുള്ള സ്ഥലത്ത് പോയിട്ടിരിക്കണം, അവിടെ നിന്ന് നമ്മൾ പരമാവധി ഓക്സിജൻ എടുക്കണം, എന്നാലും അതെല്ലാം ബ്ലഡിലേക്ക് കയറുള്ളൂ. എന്നാലേ അതിന് നമ്മൾ ചെയ്തിട്ട് അതെല്ലാം ബ്രെയിനിലേക്ക് കയറണം. അങ്ങനെ അതിലേക്ക് കുറേ ഉള്ളിലേക്ക് ഇറങ്ങി ചെയ്യുന്നുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയും ഓക്കെ 2 ദിവസം ഒരാഴ്ച 5 ദിവസം കൊണ്ട് നിൽക്ക് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സമയമില്ല, നമ്മൾ പറയും സമയമില്ല, വീട്ടിൽ പോയിട്ട് അത് ചെയ്യണം. ഒരു ഇത്തിരി നേരത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. അതിൽ ഒരു കുറച്ച് സമയം, നമ്മൾ ഇത്രയും നാൾ നമ്മളിങ്ങനെ പോയില്ലേ, ഒരു കുറച്ച് സമയം, ഒരു 1-2 ആഴ്ച നിന്ന് കഴിഞ്ഞാൽ അതിന് പല ഇവിടെ എന്താ പറയുക
ഇപ്പോൾ അടിയിൽ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഹിപ്പ് ബാത്തിനുണ്ട്, പിന്നെ അതുപോലെ സ്പൈനൽ ബാത്ത് ഉണ്ട്, ഇനിമ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, പിന്നെ ഡയറ്റ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, ഡയറ്റിക്സ് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട്. പിന്നെ അതുപോലത്തെ പല ഇപ്പോൾ പിന്നെ മറ്റേ സംഭവമില്ലേ ഈ ബെഡ് പാക്സ് കൊടുക്കുന്നുണ്ട്, അബ്ഡോമിനൽ പാക്സ്, GH പാക്ക്, അങ്ങനെ പാൻക്രാറ്റിക് പാക്സ്. ഇതെല്ലാം ഈ പാൻക്രാറ്റിക് പാക്സ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഈ ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കര യൂസിങ് ആണ് അതൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളത് ഒരു ഡ്രഗ്സോ ഒരു അലോപ്പതി ഒന്നുമല്ല കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ വെള്ളം വെച്ചിട്ട് എന്നുള്ള ചികിത്സകളാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുന്ന രീതികൾ അറിയണമല്ലോ പോയതാലൊക്കെ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളം എല്ലാവരും വീട്ടിലുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യാൻ അറിയുന്നവരെടുത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ വെച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്കിതിലിപ്പോൾ ഇതിൽ പറയാനുള്ളത്. സാറ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം.